1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. 1 Samuel 30 verse 6. ഓക്കെ, ആരെങ്കിലും ഒരു മലയാളത്തിലൊന്ന് വായിച്ച് സഹായിക്കാവോ? ആമേൻ. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. David strengthened himself in the Lord his God. നമ്മൾ ആ വാക്യം നമ്മുടെ പേരുകൾ വെച്ച് നമ്മൾ ഇന്നൊന്ന് പറയാൻ പോവുകയാണ്. Amen. Tonight we're going to confess that particular phrase or verse that we read. In place of David, we're going to give our names there. ഞാനിപ്പം ഇത് പറയുമ്പോൾ നമ്മളിപ്പം പറയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാകത്തില്ലായിരിക്കും. പക്ഷെ പ്രസംഗം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ദാവീദ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തുവാണ്, അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്തോന്ന് നമുക്ക് മനസ്സിലാകും. At this point, when we do this very early, you may not understand why we are doing this, but towards the end of the sermon this night, you will understand why David strengthened himself in the Lord. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇന്ന് എന്ത് അലട്ടുന്നു എന്നുള്ളത് നമ്മുടെ അടുത്തിരിക്കുന്ന സഹോദരനോ സഹോദരിക്കോ അറിയത്തില്ല. പക്ഷേ അറിയുന്ന ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടു എങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിൽ ധൈര്യപ്പെടുന്നു. Amen. Tonight people next to us may not know what we are going through, but David strengthened himself in the Lord, meaning I will also strengthen myself in the Lord. Amen. അന്നേരം ഈ ദാവീദ് ഇപ്പം ഇങ്ങനെ ഈ ഒരു ധൈര്യം പ്രാപിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാവീദ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ദാവീദ് ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് അതിന് കാരണം. There is a reason behind why we read that there is a situation where David is trapped. നമുക്ക് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അധ്യായത്തിന്റെ ആദ്യം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, സിക്ലാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് when we read the very first verses of the same chapter, we will see in a place called Ziklag. ദാവീദും തന്റെ കൂട്ടരെല്ലാവരും ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. David and his men came to that place and they were living there. അന്നേരം ഒരു ദിവസം ഈ ദാവീദും തന്റെ കൂടെയുള്ളവരും എല്ലാവരും ചേർന്ന് അവര് സിക്ലാഗിന്ന് പുറത്തോട്ട് പോയി. And one day we see David and his men left Ziklag. അവർ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവരൊരു അനുഭവം കണ്ടു. When they came back, there is something they are seeing. ആ അനുഭവം എല്ലാവരെയും ദാവീദിനെ കൂടെയുള്ളവരെയും വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തു. And there was a disturbing experience as they came back into the city. അന്നേരം ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് വന്നപ്പോഴാണ് നമ്മൾ 6-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോൾ ദാവീദിന്റെ കൂടെ നിൽക്കുന്നവരെല്ലാവരും ചേർന്ന് ദാവീദിനെതിരായിട്ട് കല്ലെറിയുവാൻ അവര് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. And that is where we read David was greatly distressed because the people around him was planning to stone him. ആ സമയത്ത് അത് കണ്ടുകൊണ്ട് ദാവീദ് ഭയങ്കര വിഷമിച്ചു പോയി. And that is what David was upset about. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമക്കളെ, ആ ഒരു സ്ഥലം വരെ നമ്മൾ നോക്കുമ്പോൾ അവർ ആ സിക്ലാഗ് ആ ഒരു ദിവസം വരെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 15 long years ജേർണി കഴിഞ്ഞിട്ടാണ് ഇവർ ഒരുമിച്ച് വന്ന് നിൽക്കുന്നത്. It is after close to 15 long years of journey they are coming together in that particular place. 15 വർഷം കൂടെ നിന്ന് ദാവീദിന്റെ കൂടെ തന്നെ എന്തായാലും നമുക്ക് സഹിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ഇതാ ജനസമൂഹം ഇല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ദാവീദിന്റെ യോദ്ധാക്കൾ ദാവീദിന് എതിരായിട്ട് കല്ലെറിയുവാൻ അവര് പ്ലാൻ ചെയ്തു. His very own people who were distressed are planning to stone him because of the situation that has turned out. ദാവീദിനുണ്ടായ അതേ അനുഭവം പലപ്പോഴും നമുക്കും ഉണ്ടായിട്ടില്ലേ? And isn't it right if we say we also have been in similar situation like because David? എൻ്റെ എന്ന് കരുതിയത്, എൻ്റെ സ്വന്തം എന്ന് കരുതിയ എൻ്റെ സ്നേഹിതർ, എൻ്റെ കുടുംബക്കാര് എന്നെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ ചിന്തിച്ച് കാണും, അല്ലെങ്കിലും എൻ്റെ പപ്പ എന്നോട് ഇത് ചെയ്തല്ലോ, എൻ്റെ സഹോദരൻ എന്നോട് ഇത് ചെയ്തല്ലോ, എൻ്റെ കൂട്ടുകാരൻ എന്നോട് ഇത് ചെയ്തല്ലോ.
Some people we considered very own, our own, when they do something, we may have thought to ourselves, oh, he did that to me. This person did that to me. My father did this to me. ഇന്ന് രാത്രി സമയം ദൈവാത്മാവിൽ നിറഞ്ഞ് ഞാൻ ഒരു ദൂത സഭയോട് പറയുകയാണ്, അടുത്ത് നിന്നവര് ഇല്ലെങ്കിൽ കൂടെ നിന്നവര് എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയം നമ്മൾ എന്താ പറയുക കലങ്ങി പോകരുത്. Amen. This morning I want to tell you, under the complete unction of the Holy Spirit, just because people around us do something or the other, our heart should not be troubled or distressed. മറിച്ച് ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഹോവയിൽ ധൈര്യപ്പെട്ടുകൊള്ളണം. And what is David trying to teach in such a similar situation? Strengthen yourself in Jehovah. കാര്യം എന്തെന്ന് ചോദിച്ചാൽ ദൈവവചനം പറയുന്നു, നരയോളം ചുമന്നോളാമെന്ന് അരുളി ചെയ്ത കർത്താവ് നമുക്ക് വാഗ്ദാനം തന്നെങ്കിൽ നരയോളം ചുമക്കുക മാത്രമല്ല, ഈ ലോകത്തിലെ ജീവിതം കഴിയുന്ന ദിവസം വരെ നമ്മുടെ കരങ്ങളെ പിടിച്ചു താങ്ങുന്ന ദൈവം. The very God has assured us that he will strengthen, or he has engraved us in his palms until we are old. He will hold us. Amen. അന്നേരം ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത നമുക്കൊന്ന് എളുപ്പമൊന്ന് നോക്കാം. ഈ സിക്ലാഗ് എന്ന് പറയുന്ന സ്ഥലം ആക്ച്വലി നമ്മൾ വായിക്കേണ്ട, പക്ഷേ ജോഷുവ ചാപ്റ്റർ 15 വേഴ്സ് 31 നമ്മൾ വായിക്കുമ്പോൾ, when we see Joshua chapter 15 verse 31, we understand the significance of that particular place. അവിടെ ഇസ്രായേൽ ജനങ്ങള് അവര് ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് അവർ കോൺകർ ചെയ്ത് എടുത്ത സ്ഥലമാണ് സിക്ലാഗ്. Ziklag is the place that Israelites conquered from the Philistines. ദൈവം പ്രോമിസ് ചെയ്ത കനാൻ ദേശത്തിനോടൊപ്പം കിട്ടിയ ഒരു ലാൻഡ് ആയിരുന്നു ഇത്. It is part of the land that the Lord has promised as part of Canaan to his people. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വായിച്ചു വരുമ്പോൾ ഇസ്രായേൽ മക്കള് അവര് എല്ലാ സ്ഥലത്തും അവർ പോയി താമസിച്ചില്ല. ചില സ്ഥലങ്ങളിലൊക്കെ അവരെന്ത് ചെയ്തു, മാറി നിന്നു. Amen. When we read further, we will understand they did not dwell or make their habitat in all those places. They left some places deserted. They did not live there. അന്നേരം അങ്ങനത്തെ ഒരു സ്ഥലമാണ് സിക്ലാഗ്. And Ziklag comes under such a place where they did not ever live. ഇങ്ങനായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? സ്ലോലി അവരുടെ അവകാശം അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. Amen. And what we see, slowly they started losing their inheritance, or what was there started slipping away from their hands. ഇന്ന് രാത്രി സമയം ദൈവമക്കളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചില അവകാശങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മുടെ വണ്ടിയാകാം, നമ്മുടെ വീടാകാം, നമ്മുടെ ജോലിയാകാം, നമ്മുടെ കുടുംബമാകാം. Amen. There are some inheritance that the Lord has ordained and given to us. It may be things as our family, our church, our car, or our house. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ പൊതിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ പ്രോമിസസിനെ, നമ്മുടെ പ്രോമിസ്ഡ് ലാൻഡിൽ നമ്മൾ പോയി താമസിച്ചില്ലെങ്കിൽ വേറെ ഒരു അതോറിറ്റി വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യും. Amen. If we don't take over those places or establish our territory in those aspects of our life, there will be a foreign force that will come and take over if we don't guard those inheritance in prayer. അതുകൊണ്ട് ഇന്ന് രാത്രി സമയം നമുക്കൊരു വേക്കപ്പ് കോൾ ആണ്. നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലും ഇതുപോലെ ഒരു ശൂന്യാവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് ഓൺ ചെയ്യേണ്ട സ്ഥലത്ത് സ്റ്റെപ്പ് ഇൻ ചെയ്തില്ല എങ്കിൽ, നമ്മൾ ഇന്ന് രാത്രി സമയം തീരുമാനമെടുക്കണം, കർത്താവേ ഞാൻ ആ സ്ഥലത്തെ ഞാൻ സ്റ്റെപ്പ് ഇൻ ചെയ്യുകയാണ്. That means this is a wake-up call to all of us. If there are places that we haven't stepped in yet that the Lord has placed us for, this is the time that we step in prayer and take over those things. അന്നേരം ഇങ്ങനാണ് ഈ സ്ഥലം ഫെലിസ്ത്യരുടെ കരങ്ങളിലേക്ക് പിന്നെയും പോകുന്നത്. And that is how this particular place called Ziklag goes back into the Philistine authority later. നമുക്ക് ഈ എന്നുള്ള ആ ഒരു സംഭവം നോക്കി ഇന്ന് നമ്മൾ കാണുന്ന രീതി തന്നെ അന്നും ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഇസ്രായേലിനെ പോലെ ഒരു യൂണിഫൈഡ് ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു രാജാവ് എന്നുള്ള രീതിയിലല്ലായിരുന്നു അന്ന് ഇവരുടെ ഭരണം. And Philistines government body did not work like a unified place for all of them one single king. അവർക്ക് ഓരോരോ ഡിവിഷൻസ് ഉണ്ട്. അന്നേരം ഓരോ ഡിവിഷൻസിന് ഓരോരോ റൂളേഴ്സ് ആണ്. Every division or every province had their own rulers. അന്നേരം നമ്മൾ ഇപ്പൊ
നമ്മളിപ്പം വായിച്ചിരിക്കുന്ന ഈ സിക്ലാഗ് എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്ക് ദാവീദിനെ ഇവിടെ സ്റ്റേ ചെയ്യുവാൻ അനുവദിച്ചത് ആക്കീഷ് എന്ന് പറയുന്ന രാജാവാണ്. Amen. Achish is the king who let David live in that land called Ziklag in those days. ഈ ആക്കീഷ് രാജാവിന്റെ അടുത്ത് ദാവീദ് 2 വിസിറ്റ് ചെയ്യുവാനിടയായി. Amen. There are 2 visits that David pays to this particular king. ഈ 2 വിസിറ്റിന് 2 പ്രത്യേകതകളുണ്ട്. And there are 2 peculiarities that happen in those 2 visits. ആദ്യത്തെ വിസിറ്റ് പോയപ്പോൾ അവൻ ഒറ്റയ്ക്കായിരുന്നു പോയത്. The first visit he paid was him alone. David went himself. പക്ഷെ രണ്ടാമത്തെ വിസിറ്റ് പോയപ്പോൾ ഒരു കൂട്ടം സൈന്യത്തോടാണ് പോയത്. Amen. But the second visit he went was with his own men or his own soldiers. അന്നേരം നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, ഈ ആക്കീഷ് രാജാവിന്റെ മുൻപിൽ പോയിട്ട് ഒരു ഭ്രാന്തനെ പോലെ താൻ എന്ത് ചെയ്തു, അവിടെ അഭിനയിക്കുവാനിടയായി. Amen. We read those contexts in the Old Testament. We see when David pays a visit to that particular king, he behaves like a crazy person or a maniac. അന്നേരം നമുക്കൊരു ചിന്ത വരും, ദാവീദ് എന്തിനാണ് അങ്ങനെ ഒരു സംഭവം ചെയ്തതെന്ന്. He's pretending something like that, and we may think, why did he do that? അന്നേരം നമുക്ക് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ ദാവീദ് ഗോലിയാത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊല്ലുവാനിടയായി. Amen. If we need to even more understand the context, we know that David killed Goliath. ഗോലിയാത്തിന്റെ സ്വന്തം പട്ടണമാണ് ഈ ഗാത്ത് എന്ന് പറയുന്ന ഈ സ്ഥലം. Gath is the place that is owned, or that is Goliath's native land. അന്നേരം ദാവീദിനെ കൊന്നു, ഗോലിയാത്തിനെ കൊന്നു എന്നുള്ള വിഷയം ഇവർക്കെല്ലാം അറിയാം. And they all know about David killing Goliath. അന്നേരം ദാവീദ് ഈ ഗത്തിലേക്ക് വന്നപ്പോഴാണ് അവിടുത്തെ ജനം ദാവീദിനെ റിക്കഗ്നൈസ് ചെയ്തു. Amen. When he got back to that particular place is when those people in that city understood or recognized this person. അന്ന് ദാവീദ് ഒറ്റയ്ക്കായിരുന്നു. And at that point David was alone. അന്നേരം ദാവീദ് പേടിച്ചുപോയി. And that is when David was afraid. And that is why, അതുകൊണ്ടാണ് അവിടെ ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുവാനിടയായത്. And that is why he had to act or pretend like a maniac. പക്ഷേ ആ രണ്ടാമത്തെ വിസിറ്റില് But in the second visitation, താൻ ഒരു സൈന്യവുമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. he is going there with his army. അത് അവിടെ സൈന്യവുമായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ There he goes to that place with his army. അവിടെ ദാവീദ് പ്ലേസ് ചെയ്ത ഒരു റിക്വസ്റ്റ് ആണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സൈന്യത്തിന് താമസിക്കാൻ ഒരു ഇടം വേണം. And that is when David is requesting the king, we need a place to live with our men. ആ സമയത്ത് ആക്കീഷ് രാജാവ് കൊടുത്ത സ്ഥലമാണ് സിക്ലാഗ്. And that is when King Achish gives this land called Ziklag to them. ഈ ആക്കീഷ് രാജാവ് ഫിലിസ്തീൻ റൂളറാണ്. And this particular king is a Philistine king. അന്നേരം ഒരു ഫിലിസ്തീൻ റൂളർ ഫിലിസ്തീൻ ലാൻഡിൽ എങ്ങനെ താമസിപ്പിക്കാൻ അനുവദിച്ചു എന്നുള്ള ചിന്ത നമുക്ക് വരും. Amen. We may think, how did a Philistine king give his own portion of land to the people of Israel? Because നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ ആക്കീഷ് രാജാവ് അറിഞ്ഞു ശൗലും ദാവീദുമായിട്ട് ഉണ്ടായ ആ ഒരു ഇവര് തമ്മിലുണ്ടായ ഒരു ആർഗ്യുമെന്റ്, ഇവര് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആക്കീഷ് അറിഞ്ഞു. Amen. We will understand when we read the word, we understand that this king was aware of the conflict that was going on between Saul and David. അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആക്കീഷ് നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ എൻ്റെ ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. അതുപോലെയാണ് നമ്മുടെ ആക്കീഷ് ദാവീദിനെ ആക്സെപ്റ്റ് ചെയ്തത്. Now we understand my enemy's enemy is my friend. That means that is the kind of strategy that this particular king is trying to play. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഫിലിസ്തീൻ ലാൻഡിന്റെ താഴെ ബോർഡറിലാണ് ഈ സിക്ലാഗ് എന്ന് പറയുന്ന സ്ഥലം. And we understand geographically Philistine, this particular place of Ziklag is located right in the south or the border of Philistine land. ആക്കീഷ് അന്നേരം ചിന്തിച്ചു, ഓക്കെ, ദാവീദിനെ നമ്മൾ അവിടെ നിർത്തി കഴിഞ്ഞാൽ ഒന്ന് ദാവീദ് ഒത്തിരിയും യുദ്ധങ്ങൾ ചെയ്ത് ജയിച്ചിട്ടുള്ളവനാണ്. Amen. What this particular king of Philistine is thinking is the fact that this David is a warrior. If we place him there. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ വിഷയം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ താഴെ താമസിക്കുന്നവരാണ് അമാലേക്യര്. അന്നേരം അമാലേക്യര് ഫിലിസ്തീനുമായിട്ട് എന്തെങ്കിലും അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ ആദ്യം അവർ അറ്റാക്ക് ചെയ്യുന്നത് ദാവീദിനെയും ദാവീദിന്റെ കൂട്ടത്തെയാണ്. And right below that is where Amalekites are there. If Amalekites try to attack the Philistines, they will have to bypass or attack David and his men first. അന്നേരം ആക്കീഷ് ചിന്തിച്ചു, ഇവനെ ഈ ബോർഡറിൽ നിർത്തുന്നതാണ് നല്ലത്. This particular king Achish is thinking, let's
place him in the border city. എൻ്റെ ദൈവമക്കളെ, നമ്മൾ ലോകപരമായി നോക്കുമ്പോൾ നമുക്ക് തോന്നും ഈ രാജാവ് ഭയങ്കര കുരുട്ടുബുദ്ധി ഇറക്കിയല്ലോ എന്ന്. And when we think of this entire context, we will see how we may think how crooked is this king. പക്ഷെ ഞാനത് ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്വർഗസ്ഥനായ ദൈവം ഇത് വരച്ചു കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് ലോസ്റ്റ് ഇൻഹെറിറ്റൻസിനെ തിരിച്ച് ഇസ്രായേലിന് കൊടുക്കുവാൻ വേണ്ടി വരച്ചൊരു പ്ലാൻ ആയിരുന്നത്. It is not a mere crooked strategy of a king, but the Lord ordained it that way so that Israelites can get back what they deserved or what belonged to them. ഇന്ന് രാത്രി സമയം ദൈവമക്കളെ, നമുക്കെതിരായിട്ട് നമ്മുടെ ശത്രു ഇല്ലെങ്കിൽ നമ്മുടെ മിത്രമെന്ന് കണ്ടവര് തന്നെ നമുക്കെതിരായിട്ട് പ്ലാനുകൾ ഇടുമ്പോൾ എന്തുകൊണ്ട് കർത്താവേ ഇങ്ങനെ എന്നുള്ള ചോദ്യമല്ല, മറിച്ച് ഇതിന്റെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് വിശ്വസിക്കണം. When we think about certain things that happen in our lives, we must understand these are not just actions of crooked people in our lives, but there is an orchestrated purpose of God behind those things happening in our lives. അന്നേരം ഇതാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത. And that is the peculiarity of this particular place called Ziklag. അന്നേരം ഈ പദത്തിന്റെ അർത്ഥം ഇല്ലെങ്കിൽ സിക്ലാഗ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, The word meaning of Ziklag, അത് അമർത്തുക ഇല്ലെങ്കിൽ പ്രസ് ഡൗൺ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. it means to press down or squeeze maybe. അന്നേരം ഞാനിങ്ങനെ എനിക്ക് മെസ്സേജ് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് ഈ ഒരു മെസ്സേജ് ഇങ്ങനെ ദൈവം തന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ ഇങ്ങനെ ഇരുന്ന് വണ്ടി ഓടിച്ചപ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. And I'm trying to think and make a structure for the word that the Lord has put in my heart. And ഇന്നലെയും ഇന്നും നമ്മൾ നമ്മുടെ ജോയൽ ദൈവവചനത്തിൽ സംസാരിച്ചു, ടീം ജോർജ് സാറ് ദൈവവചനത്തിൽ സംസാരിച്ചു. In the previous 2 other sessions we heard from Joel and Team George sir. അന്നേരം ഈ 2 സെഷനിൽ ഞാൻ ഇങ്ങനെ മെസ്സേജ് ശ്രദ്ധിച്ചപ്പോൾ അവിടെ കൊടുത്ത ഒരു എംഫസൈസ് അല്ലെങ്കിൽ അവിടെ ഹൈലൈറ്റ് ആയ ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവാത്മാവിന്റെ ശക്തി, നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തിയെ പറ്റി ഭയങ്കരമായി ദൈവം ഈ 2 സെഷനിലും നമ്മളോട് സംസാരിച്ചു. Amen. The Holy Spirit was talking to us in both the sessions equally about the power of the Lord that is instilled or inhabited in our lives. അന്നേരമാണ് എനിക്കൊരു കൺഫർമേഷൻ കിട്ടിയത്. ഇന്ന് വൈകുന്നേരം ഞാനിത് പ്രസംഗിക്കുമ്പോഴും സിക്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമർത്തപ്പെടുന്ന ഒരു അനുഭവത്തിൽ ദാവീദായിരുന്നപ്പോൾ, when David, that means when David was in such a situation where he was put down or crushed down, തന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ദൈവശക്തിയാണ് തന്റെ ധൈര്യത്തിന് കാരണമായത്. It's the power of God that was inside of him that became his boldness. നമ്മൾ അവിടെ നോക്കുമ്പോൾ അവിടെ ചുറ്റിനുമുള്ളവരെല്ലാവരും അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. That means when we see around of David's situation, everybody are against him. പക്ഷേ എന്നാലും ഉള്ളിൽ വ്യാപരിച്ച ശക്തി അവനെ ബലപ്പെടുത്തി. But there is a power of God that was flowing through him that strengthened him. Amen. നമുക്ക് ദൈവവചനത്തിൽ നമ്മുടെ ദാവീദിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് സമയം മുതൽ നമ്മൾ നോക്കുമ്പോൾ, from the moment David was appointed as the king, if we notice, അന്നേരം നമ്മൾ നോക്കുമ്പോൾ ഈ ദാവീദിന്റെ ജീവിതത്തില് anointing ഒരു സമയത്ത് നടന്നത്, അപ്പോയിന്റ്മെന്റ് വേറൊരു സമയത്താണ്. There was a time where he was anointed and there was another different time where he was appointed. അന്നേരം പലപ്പോഴും അതൊരു നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമാണ്. ദാറ്റ് ഈസ് അനോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് കിട്ടി എന്നുള്ള കൺഫർമേഷൻ ആണ്. Amen. There are always a misconception that the moment you are anointed you are also appointed. No. പക്ഷെ അങ്ങനെയല്ല. ബിക്കോസ് ദൈവവചനത്തിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്നു, ഒരു അനോയിന്റിങ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നെക്സ്റ്റ് ഫേസ് വെയിറ്റിംഗ് ആണ്. Amen. The moment you are anointed, you must understand the next significant phase of your life is to wait. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തോണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ ബലമുള്ള കൈക്കീഴിൽ എന്ത് ചെയ്യണം? താണിരിക്കണം. That is why we read in the word, humble yourself in the hands of the Lord so that he will exalt you in due time. അതുകൊണ്ട് നമുക്ക് ഇന്നൊരു പക്ഷേ നമുക്ക് ഒരു അനോയിന്റിങ് കിട്ടി. ഫോർ എക്സാമ്പിൾ, പാട്ട് പാടാനുള്ള ഒരു അനോയിന്റിങ്, ഇല്ലെങ്കിൽ പ്രവചനം പറയാൻ ഒരു അനോയിന്റിങ്, ഇല്ലെങ്കിൽ ദൈവവചനം പറയാൻ ഒരു അനോയിന്റിങ്. ഈ അനോയിന്റിങ് അപ്പോയിന്റ്മെന്റ് ആയിട്ട് ലോകം അതിനെ ഒരു മിസ്കൺസെപ്ഷൻ അവരുടെ ലോകത്തിലുണ്ട്. That is, you must understand, if you are anointed to lead a room in worship, if you are anointed to prophesy or to speak from the word of God, the world automatically thinks that you are appointed to do so everywhere you are put in. അന്നേരം നമ്മൾ ഇന്ന് രാത്രി സമയത്ത് നമ്മൾ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്, കർത്താവേ എന്നെ ദൈവം ഇപ്പോൾ അനോയിന്റ് ചെയ്തിരിക്കുകയാണോ ഇല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണോ? That is where we need to introspect and see, are we in that phase of anointing
anointing, waiting, or an appointment ഞാൻ season. ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ ഒരു ശുശ്രൂഷ ഞാൻ എടുക്കുമ്പോൾ കർത്താവെ അത് ഞാനായിട്ട് എൻ്റെ ഉള്ളിൽ എനിക്ക് അനോയിന്റിങ് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ എടുക്കുകയാണോ, ഇല്ലെങ്കിൽ സ്വർഗം അപ്പോയിന്റ് ചെയ്തിട്ടാണോ എനിക്ക് ആ വഴി തുറന്നത്? Amen. You must think or introspect when we are taking up ministerial assignments. We must understand, is it just because I'm anointed to do that, or am I appointed to do that particular scenario? ഇന്ന് രാത്രി സമയം അതിൻ്റെ ഒരു വേർതിരിവ്, അതിൻ്റെ തമ്മിലുള്ള ആ രണ്ട് പദത്തിന് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്തെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നമ്മുടെ ശുശ്രൂഷയെ ഒന്നുകൂടെ റിട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു സമയമാണിത്. Amen. Tonight, this is the time where you go back in retrospect to understand where we stand in our calling. അന്നേരം നമ്മൾ 1 ശമൂവേൽ പുസ്തകം 16-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, If we go back to 1 Samuel chapter 16, ഈ 16-ാം അധ്യായം മുതൽ നമ്മൾ നോക്കുമ്പോൾ ദൈവമാണ് ദാവീദിനെ അപ്പോയിന്റ് ചെയ്തത്. God is the one who is anointing. അന്നേരം അനോയിന്റ് ചെയ്തത്. അന്നേരം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരുന്നു ദാവീദ്. David is the one who was anointed by God himself. അന്നേരം ദാവീദിന് ദൈവം ഇങ്ങനൊരു അനോയിന്റിങ് കൊടുത്തു കഴിഞ്ഞ സമയം മുതൽ നമ്മൾ നോക്കുമ്പോൾ അനോയിന്റിങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ പ്രശ്നങ്ങളുടെ വേളി പ്രശ്നമായിരുന്നു. Amen. If we notice his face right after his anointing, you will see he started going through troubles after that point. ഇത് ദൈവമക്കളോട് ഒന്നുകൂടെ ഒരു റിമൈൻഡർ ആണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാം ചെയ്യുന്നു, പക്ഷെ പ്രശ്നത്തിന് ഒരു കുറവുമില്ലല്ലോ. Amen. This is the kind of scenario or reminder to every one of us. The moment we got anointed, we may think, I am doing everything right, but I have no lack for problems. I am surrounded with problems. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സമയം നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ഒന്ന് മാത്രമാണ്. നമുക്ക് അനോയിന്റിങ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശത്രുവിനറിയാം ഇവൻ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ he will end up being the king of Israel. അതുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തുവാനാണ് ഓരോ പ്രശ്നങ്ങൾ. The moment there is an anointing the Lord puts upon your life, the enemy will know you will end up as the king of Israel. So at some means I need to destroy this person. അന്നേരം നമ്മൾ നോക്കുമ്പോൾ ഈ 1 Samuel chapter 16 and 17 ഈ രണ്ട് അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, when we read 1 Samuel chapter 16 and 17, നമ്മൾ അവിടെ കാണുന്നു ഇതാ ശൗലിന്റെ മേലുള്ള ദൈവാത്മാവ് ശൗല് നഷ്ടപ്പെടുത്തി കളയുന്നു. and we see that Saul loses the spirit of God or the presence of God he carries in his life. ദാവീദ് അത് പ്രാപിക്കുകയും ചെയ്തു. But David takes hold of that presence of God. അന്നേരം നമ്മൾ ഇന്ന് രാത്രി സമയം നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പല ശുശ്രൂഷകൾ ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പല സ്റ്റാൻഡുകളുണ്ടല്ലോ, പലരും തട്ടിക്കളഞ്ഞതാണ്. Amen. Tonight we must understand some places that the Lord places us may be places that the other people ignored, or those assignments that they did not take up. അതുകൊണ്ട് ഇന്ന് രാത്രി സമയം ദൈവമക്കളെ പലരും നിൽക്കാമെന്ന് ശ്രമിച്ചിട്ടും ഇല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ വലിയൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ ദൈവ വഴി വിട്ടുപോയപ്പോൾ അവരിൽ ദൈവം കൊടുത്ത ശുശ്രൂഷ ഫുൾഫിൽ ആകാതെ പോയ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് ഈ ദൈവവചനം പിടിച്ചു നിൽക്കുന്നത്. It is the very same place where a lot of giants fell, and we are standing with the word of God in that same racetrack. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, നമ്മൾ നിൽക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ വളരെ സൂക്ഷിച്ചുകൊള്ളണം. Amen. If that is why the word of God reminds us, if you think you stand, be even more careful. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സകലവും കൃപയാ. That is why we know we സകലവും acknowledge കൃപ മാത്രമാണ്. everything is grace and grace Because alone. ഇന്ന് ഞാൻ നിൽക്കുന്നത്, We stand. ഇന്ന് ഞാൻ പ്രാപിക്കുന്നത്, What I receive, ഇന്ന് ഞാൻ പകരുന്നത് what I give, എല്ലാം കൃപ മാത്രമാണ്. everything is grace and grace alone. ഒരുപക്ഷെ ജീവിതത്തിൽ ദുഃഖമായിരിക്കും, Amen. We may be in sorrow, times of sorrow. ഒരുപക്ഷെ കഷ്ടതകൾ വല്ലാതെ കിടന്ന് There may അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. be there are times right now where we are in so much trouble. നമ്മുടെ കുടുംബക്കാരുടെ മുൻപിൽ നമുക്ക് നിൽക്കുവാൻ, നമ്മുടെ തല ഉയർത്തി നിൽക്കുവാൻ സാധിക്കാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ In front കാണും. of our families, there may be times where we may not be able to uphold or hold our heads high. എന്റെ റിലേറ്റീവിന്റെ, എന്റെ ഫ്രണ്ടിന്റെ വീട്ടില് അവർ ഈ രീതി പോകുന്നു, പക്ഷെ എന്റെ വീട്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ. In my friend's family or around us, there are people well off, and why am I like this? Are some questions that arise in our hearts. ഇന്ന് രാത്രി സമയത്ത് മക്കളെ ഈ എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ ഒരു ആൻസർ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ അനോയിന്റിംഗ് പ്രാപിച്ചത് കൊണ്ട് നമ്മളൊന്ന് വെയിറ്റിംഗ് പീരീഡിലാ, ഒരു ദിവസം വരും. The very answer that we need to
to understand this night is that we are all anointed by the Lord. We may be in our season of waiting. ഈ 16-17 അധ്യായത്തിൽ ഈ 2 അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദാവീദ് ദൈവാത്മാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കുക മാത്രമല്ല, ശൗലിൽ നിന്നും അവിടെ ആ ദേശക്കാരിൽ നിന്നും എല്ലാം പ്രീതി അല്ലെങ്കിൽ ആ ഒരു നല്ല ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം, ഫേവർ ഇതെല്ലാം പ്രാപിച്ചു. Amen. We understand when David was anointed, he just not pleased the hearts of the Lord. We see him pleasing the hearts of the people around him too. He was favored by men. അത് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് അല്ലേ? And that is a beautiful thing that we need to Because ദൈവത്തെ understand. പ്രസാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പറ്റുന്നു. What a beautiful life to live. He pleases God and also people around him. അന്നേരം ഇങ്ങനത്തെ ഒരു ഫേസ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. Amen. We all have such phases that we go through. പക്ഷേ ഇത് കഴിഞ്ഞപ്പോഴാണ് സ്റ്റോറി ഫ്ലിപ്പ് ആകുന്നത്. Immediately after that, when we see scenarios flip. ഇതാ ഒത്തിരിയും സ്നേഹിച്ച ശൗൽ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ദാവീദിന് എതിരാകുന്നു. And the person who loved him the most, who vouched for him the most, is against him right now, King Saul. I think chapter 17 ആണെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ശൗല് ഇതാ ദാവീദിനെ തന്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. Amen. There we see Saul is inviting David into his house. പിന്നെ ഒരു 18-19 അധ്യായം വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അവിടെ വായിക്കുമ്പോൾ അവിടെ കാണുന്നു ശൗല് ദാവീദിനെ തിരിച്ചു വീട്ടിൽ പോകാൻ അനുവദിച്ചില്ല. അത്രയും സ്നേഹമായിരുന്നു. Amen. In the later chapters we see him also sending him back. ഇത്ര അടുത്ത ബന്ധമായിരുന്നു ഇവർക്ക് തമ്മിൽ. They had a very close relationship between the both of them. ഇവിടെ നമുക്ക് വേറൊരു സംഭവം നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത്, There is something significant that we need to notice in that portion. നമ്മൾ ചിലപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്നത് ഇപ്പം നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മൾ അടുത്ത് നിൽക്കുന്നു. Some people we know we are so close with, we are close to our friends. പക്ഷേ ഉള്ളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഒന്നല്ലെങ്കിൽ, If it is not the same spirit that flows within the people that we stand with, അന്നേരമാണ് നമുക്ക് പ്രശ്നങ്ങൾക്ക് ഒരു തുറമുഖമാകുന്നത് നമ്മുടെ ബന്ധം. and that is when our relationship becomes a platform for problems. കൂടെ നിൽക്കുന്നവരെല്ലാരും സ്നേഹിതരായിട്ട് നമ്മൾ കാണരുത്. All the people who smile at us may not be our friends. കൂടെ നിൽക്കുന്നവരെ എല്ലാം എല്ലാ ദിവസവും ഇതുപോലെ തന്നെ നിൽക്കുമെന്ന് കാണരുത്. Everybody who stands with you today may not stand with you tomorrow. എനിക്ക് കഴിഞ്ഞ ഒരു കഷ്ടത വന്നപ്പം എന്നെ സഹായിച്ച ഈ വ്യക്തി ഇന്നത്തെ ഈ കഷ്ടതയിലും സഹായിക്കും എന്ന് കരുതരുത്. The last time somebody helped you, do not place an unsaid expectation on the other person. He may also help me again. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കഷ്ടതയിൽ ഈ വ്യക്തി സഹായിച്ചു എങ്കിൽ അത് അവിടുന്നുള്ള അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. Because last time if one person helped you in a particular situation, it was an ordained or appointed moment from the Lord into that person's life. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏത് ഫേസ് വന്നാലും ശരി, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന കാക്ക ഇല്ലെങ്കിൽ ദൈവം ഒരുക്കുന്ന സോഴ്സ് ഡിഫറെന്റ് ആണ്. Amen. When we learn in our lives, we must understand every time the provision of the Lord comes in different ways, in sort of a raven or in any different forms. ദാവീദ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു അനുഭവം ശൗലുമായിട്ട് ഉണ്ടാകുമെന്ന്. David never expected such sort of a conflict to come or happen between King Saul. Because ദാവീദ് എല്ലാം കൊടുത്താണ് ശൗലിനെ സ്നേഹിച്ചത്. Because David loved King Saul with all what he had. ഗോലിയാത്ത് വന്നിട്ട് ശൗലിനെതിരായിട്ടും ഇസ്രായേലിനെതിരായിട്ടും സംസാരിച്ചപ്പോഴും ശൗലിന്റെ രാജ്യത്തെ നിലനിർത്തിയതാണ് ദാവീദ്. Amen. David is the person who even risked his life to sustain the kingdom that Saul was ruling when Goliath was threatening the land. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ശൗൽ ഇങ്ങനൊരു സംഭവം ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്. Amen. The moment after giving all of these things, when he got to know that Saul is devising plans against him, David was disturbed. അതുകൊണ്ടാണ് യോനാഥാനോട് പറയുന്നത്, നീ പോയി ചെന്നിട്ട് ഒന്നുകൂടെ കൺഫേം ചെയ്യണേ. That is why he again asked Jonathan to go confirm this information again. എനിക്കത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം തോന്നി. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് തോന്നുന്നതാണോ ഇല്ലെങ്കിൽ ഇതാണോ റിയാലിറ്റി എന്നുള്ളത് ദാവീദ് ഒന്ന് കൺഫേം ചെയ്തു. David is trying to confirm if it's his just illusion or a misinformation, or is this the reality. He was filled with sorrow. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതാ യോനാഥാനുമായിട്ട് സംസാരിച്ച് യോനാഥാൻ ത്രൂ അറിയുന്ന ഒരു വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ദിസ് ഇസ് റിയൽ, Saul wants to kill you. And Jonathan comes back and confirms again that King Saul wants to kill him. അവിടുന്ന് താൻ
ഓട്ടം തുടങ്ങിയത്. And from there he started running, or a season of fleeing. സോ ഇവൻ ഓട്ടം തുടങ്ങിയതും he did not leave Israel. And we understand that he did not leave Israel there. ഇവൻ ഈ ദാവീദ് സഞ്ചരിച്ച നമ്മൾ ആ ഒരു ഏരിയ നമ്മൾ നോക്കുമ്പോൾ അറൗണ്ട് ഒരു 60 to 100 കിലോമീറ്റേഴ്സിന്റെ റേഡിയസിലാണ് ആദ്യം ഒരു 5-6 സ്ഥലത്ത് കിടന്ന് കറങ്ങുന്നത്. Amen. So David is circling in around a 60 to 100 kilometer radius in 5 to 6 cities. Because he was hoping that someday ഏതെങ്കിലും ഒരു ദിവസം ശൗല് മാറും, അന്നേരം നമുക്ക് പിന്നെ ഇത് സോർട്ട് ഔട്ട് ചെയ്യാം. Amen. Because there he had a hope that Saul will rectify or reconcile things with him so that he will be back in the country. പക്ഷെ ഇങ്ങനെ നടക്കുന്നില്ല എന്നറിഞ്ഞപ്പോഴാണ് നമ്മുടെ 27-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു ദാവീദ് പറയുക, ഇപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം ദേശം എനിക്ക് നിൽക്കാം, എൻ്റെ സ്വന്തം ദേശത്ത് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. And that is when we read in chapter 27, David goes on to say, I cannot live in my own country. അതുകൊണ്ട് ഞാൻ ഇതാ ശത്രു രാജ്യത്തിലേക്ക് പോയി ഞാൻ അഭയം തേടുന്നു. That is why I am having to ask for refuge in the enemy's camp. അവിടെ ആ ശത്രു രാജ്യത്തിൽ പോയി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 2 അനുഭവങ്ങള് ആക്കീഷ് രാജാവിന്റെ മുമ്പിലുണ്ടായ 2 അനുഭവങ്ങൾ അവിടെ ആയിരുന്നു. And that is when this particular incident that we heard in the beginning part of the sermon with the visitation to the king Achish. എൻ്റെ ദൈവമക്കളെ, ഈ ഒരു യാത്രയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാവീദിന് 2 രീതിയിലായിരുന്നു യാത്ര. ആദ്യത്തെ ഒരു ഫേസിൽ താൻ ഏകനായിട്ട് കടന്നു, ഓട്ടത്തിന് മേളിൽ ഓട്ടമായിരുന്നു, എങ്ങോട്ട് പോകണമെന്നറിയില്ല. തൻ്റെ സ്നേഹിതരെന്ന് കാണുന്നവരെല്ലാം തനിക്ക് ശത്രുവായി ഇങ്ങനെ കടന്ന് ഓടുകയായിരുന്നു. There were 2 seasons of David's life. We see the first one where he was alone and fleeing from people after people, city after city and place after place. ആ ഒരു സമയത്താണ് ദാവീദിന് ഒരു 600 പേരെ കിട്ടിയത്. ആ 600 പേരുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാവീദ് അനുഭവിച്ചതുപോലെ അവരും വേദന അനുഭവിക്കുകയാണ്, അവരും കഷ്ടതയിലാണ്, അവരും കണ്ണുനീരിലാണ്. And it is in that run he gets around 600 men to stand with him, and they are going through all the things that David is also going through. ഇന്ന് രാത്രി സമയം ദൈവമക്കളെ, നമ്മുടെ ഒരു വേദന സമയത്ത് നമ്മളെക്കാട്ടിലും നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയെ കണ്ടുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കാമോ എന്ന് ചോദിക്കുകയല്ല, മറിച്ച് അതേ പെയിൻ ഷെയർ ചെയ്യുന്ന ഒരു സ്നേഹിതനെ ഒന്ന് പിടിച്ചേ, he will stand with you. Amen. This ഇന്ന് പകൽ മനസ്സിലാക്കണം, നമ്മൾ പോകുന്ന അതേ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അയക്കുന്ന ചിലർ നമ്മളോട് കൂടെ നിന്ന് ദൈവത്താൽ ചില ആശ്വാസങ്ങളെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. സഭയോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവമക്കളുടെ വരവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, സഭയുടെ നമ്മുടെ ചർച്ചിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. This is the message towards the church. We are praying and interceding for several matters, for new families to be added onto the church, new building construction. ഇന്ന് രാത്രി സമയം നമ്മൾ കരങ്ങൾ യോജിപ്പിക്കേണ്ടത് നമ്മുടെ സെയിം ബർഡൻ ഷെയർ ചെയ്യുന്ന ഒരു സ്നേഹിതനെ അല്ലെങ്കിൽ ഒരു സഹോദരനെ, ഒരു സഹോദരിയുമായിട്ട് പിടിച്ചു നിൽക്കണം. ബിക്കോസ് അവരാണ് ഈ വിജയത്തിന് തുറമുഖം എത്തുന്നിടം വരെ സഹായിക്കുന്നത്. This night you must understand that you are supposed to hold hands together with people who are traveling or carrying the same burden, same destination where you are headed to. That is where you are headed in the right direction for victory of the Lord. അന്നേരം ഇങ്ങനെ ശൗലിൽ നിന്നും ദാവീദ് ഇങ്ങനെ ദൂരം പോയപ്പോൾ ഒരു ദിവസം നമ്മൾ കാണുന്നു, ഇതാ 2 പ്രാവശ്യം ആക്ച്വലി ശൗലിനെ കൊല്ലുവാനുള്ള നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ദാവീദിന് കിട്ടി. And there we see when David was fleeing away from Saul, David got 2 opportunities to kill him. But still he did not harm him. അവനെ ഉപദ്രവിക്കുന്ന ദാവീദിനെ അല്ല നമ്മൾ അവിടെ കാണുന്നത്. ഇത് ഉള്ളിൽ ആത്മാവുള്ളവന്റെ പ്രത്യേകത കേട്ടോ. I mean, this is the peculiarity of a person who carries the spirit of the Lord. നീ അന്ന് എനിക്ക് ഇത് ചെയ്തല്ലോടാ, ഞാൻ ഇന്ന് നിനക്ക് തിരിച്ചു തരാം. And that person is not thinking, let me avenge or revenge against you. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അനുഭവത്തിൽ കൂടെ പറയുകയാണ്, പലപ്പോഴും നമ്മുടെ ഇപ്പം നാടൻ രീതിയിൽ പറയണമെങ്കിൽ ഒരേ പായില ഇരുന്ന് ആരാധിച്ചവർ തന്നെ നമുക്കെതിരായിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ തകർന്നു പോകും. There are times when we are very upset. I can testify from my own life. The very people whom I considered my own, when they talk against us, we will be shattered. Because ഞങ്ങളുടെ മിനിസ്ട്രിയുടെ സമയത്ത് ഞാനൊന്ന് ഓർക്കുകയായിരുന്നു, ഹൈദരാബാദ് മിനിസ്ട്രി സമയത്ത്. So there was a problem in the church. അന്നേരം ആ ഒരു സമയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പാപ്പ ഒരു അറൗണ്ട് 10 years ago ആണ് ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സഭയിൽ നിന്ന് ഇരുന്ന ഒരു വ്യക്തി, ഒരു സഹോദരൻ അങ്ങോട്ട് എഴുന്നേറ്റ്
എഴുന്നേറ്റ് മുന്നോട്ട് വന്നിട്ട് പപ്പായെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങി. Even when there was a crisis happening in our church back in Hyderabad, there was a person who was a long-term believer in our church, part of the church. He comes forward to attack my dad, the pastor of the church. അന്നേരം അത് കണ്ടു കഴിഞ്ഞപ്പോൾ പപ്പ ഭയങ്കര തകർന്നു പോയി. And my dad was really upset. It weighed him down so much. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റേതെന്ന് കരുതിയ ഒരു വ്യക്തി, എന്റെ കൂടെ ആരാധിച്ച ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തല്ലോ എന്ന്. And my dad was thinking to himself, somebody whom I considered my own, very own, he did this to me. ഒരു 5-6 മാസം ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര ഒരു മൂഡ് ഓഫ് ആയിരുന്നു ഈ ഒരു വിഷയം കാരണം. It was a very depressing atmosphere even in our house because of this one incident. അന്നേരം ആ ഒറ്റ ഇൻസിഡന്റ് ഞങ്ങളുടെ കുടുംബത്തിലെ 6 മാസത്തെ സന്തോഷത്തെ തകർത്തെങ്കിൽ, Amen, if that one incident took away the joy and the happiness that was prevailing in our even houses, ദാവീദിന്റെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. what would be David's situation? സകലവും തകർന്നു നിൽക്കുന്നവനാ. When everything is gone, he doesn't have anything to hope for. എന്നിട്ടും പറയുകയാണ് നിന്റെ മണ്ടയ്ക്ക്, that is he is an anointed king of Israel, അതുകൊണ്ട് ഞാൻ എൻ്റെ കരങ്ങൾ അവന്റെ മേൽ വെക്കുകയില്ല. And there David goes on to say he is the anointed king, avan Israelinte abhishektan, avan rajaavayavan, I will not lay my hands on him. Let this be our attitude today. Amen. ഇന്നു പകൽ അതാകട്ടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുന്ന മനോഭാവം. പ്രതികാരം നമ്മുടെയല്ല. Amen. The revenge is not for us. പ്രതികാരം തീർക്കണമെന്നും പ്രാർത്ഥിക്കരുത്. We don't have to even pray for revenge to settle that. Because പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പറയും, കർത്താവേ ദൈവവചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പ്രതികാരം ഞങ്ങളുടെയല്ല, അങ്ങ് തീർത്തേക്കണമേ, വേണ്ട. Amen. There are sometimes when we also go on to pray, Lord, you deal with those people because revenge is yours. Because നമ്മൾ കാൽവറി ക്രൂശിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്ത് ചെയ്യുന്നു ഇവർക്ക് അറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ. And on the cross of Calvary, what we see or what Jesus depicts for us is, Lord, forgive them. It is a spirit of forgiveness that he displays on the cross. ഇപ്പോഴാണ് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അന്നേരം ഇതെല്ലാം കഴിഞ്ഞിട്ട് ആക്കീശിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ സ്ഥലമാണ് സിക്ലാഗ്. ആ സ്ഥലത്തിൽ ദാവീദ് താമസിച്ചുകൊണ്ടിരിക്കുക. And that is where we come back to the very verse that we read, Ziklag. David is living in that place where he lost once. ദാവീദും തന്റെ കൂട്ടരെല്ലാം ഒരുമിച്ച് ഒരു യുദ്ധത്തിന് വേണ്ടി അവർ പോയി. പക്ഷേ അവിടെ യുദ്ധം നടന്നില്ല. അവർ തിരിച്ചു വന്നു. On their return after supposed to be a battle, when they came back, അവർ തിരിച്ചു വന്നപ്പോൾ കണ്ട അനുഭവമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. and we saw the experience that they saw when they came back. നമ്മൾ വേഴ്സ് നമ്പർ 6 നമ്മൾ വായിക്കുമ്പോൾ ആ അവസാനത്തിൽ നമ്മൾ ആദ്യം വായിച്ച സംഭവമാണ്, ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടു. And we read in that particular verse that David strengthened himself in the Lord. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ചെയ്തത് എന്തുവാ? യഹോവയോട് ഒരു ഡിറക്ഷന് വേണ്ടി ഇത് താൻ അപേക്ഷിക്കുകയാണ്. And there he is asking for a direction to happen. He is requesting to the Lord. Because നമ്മൾ ഇവിടെ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, പക്ഷേ പ്രാർത്ഥനയല്ല ഫസ്റ്റ് നമ്മൾ അലൈൻ ആകണം. Amen. There are times we must understand what David is doing here. We must be aligned first before we even pray. ദാവീദ് ഇത്രയും നാൾ ഇസ്രായേലിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ശമൂവേൽ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ വേറൊരു പ്രോഫറ്റ് ഉണ്ടായിരുന്നു. ഇവരെല്ലായിടത്തും പോയി ചെന്നിട്ട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇവിടെ അബിയാഥാർ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ് ഉണ്ട്. ബട്ട് സ്റ്റിൽ he chose to strengthen himself in the Lord first. Amen. There when he was in Israel, he had a lot of people to consult or prophets to consult with, but here he is directly praying himself and strengthening himself. അതുകൊണ്ട് ഇന്ന് രാത്രി ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ള ചോദ്യമുള്ളവരോടെല്ലാം ദൈവം പറയുന്ന ഒരു സംഭവമാണ്. ദാറ്റ് ഈസ് ആദ്യം പ്രാർത്ഥിക്കുന്നതിന് മുന്നേ യഹോവയിൽ ഒന്ന് ധൈര്യപ്പെടണം. Amen. Even before you uphold your things in prayer, strengthen yourself in the power of the Lord. യഹോവയിൽ ധൈര്യപ്പെട്ടിട്ട് വേണം പ്രാർത്ഥനയില്ലെങ്കിൽ ഡിറക്ഷൻ നമ്മൾ ചോദിക്കാൻ. Amen. We must ask for particular directions the moment we strengthen ourselves in him. അന്നേരം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഈ ആദ്യത്തെ കുറച്ച് 6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ദാവീദ് കംപ്ലീറ്റ്ലി കൊളാപ്സ് ആയ ഒരു മൊമെന്റ് ആണ്. Amen. In those following verses we see David completely collapsing. അന്നേരം എല്ലാം കൊളാപ്സ് ആയി എന്ന് തോന്നുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ ഓർത്തോണം, ഇതെന്റെ ഒരു സിക്ലാഗ് അനുഭവമാണ്. Amen. When we are going through such situation where everything is collapsing around you, this is a season of your Ziklag. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിക്ലാഗ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്തുവാണ്? ആ
പ്രസ് ഡൗൺ ഇല്ലെങ്കിൽ അമർത്തുക എന്നുള്ളതാണ്. Amen. We heard the meaning of the word Ziklag, pressed down. ഈ അമർത്തി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്തുവാണ് എന്നുള്ളതാണ് ചോദ്യം. Amen. When we are pressed down, we must know what comes out of us. ദാവീദിനെ അമർത്തിയപ്പോൾ വന്നതാണ് യഹോവയിലുള്ള ധൈര്യം. Amen. When David was pressed down, what came out of him was the boldness of him in God. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നത് എന്തുവാണ് എന്നുള്ളതാണ് ചോദ്യം. Amen. The question to us tonight is what comes out of our lives when we are pressed. അന്നേരം ഇതാണ് ആദ്യത്തെ പോയിന്റ്. ദാറ്റ് ഈസ് എല്ലാം കൊലാപ്സ് ആയി എന്നുള്ളൊരു തോന്നല്. When everything is collapsed down. രണ്ടാമത്തെ പോയിന്റ് ആണ് താൻ എന്ത് ചെയ്യുന്നു? യഹോവയിൽ ധൈര്യപ്പെടുന്നു. Second thing is he is strengthening himself in the Lord. പിന്നെ മൂന്നാമത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ മൂന്നാമത് നടന്നതാണ് താൻ ഒരു 15-20 വർഷമായിട്ട് ഓടിയ ഓട്ടത്തിന്റെ ഫുൾഫിൽമെന്റ് കാണുന്നത്. The very stop of his running and fleeing away for 15 to 20 years comes to a stop. കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ സിക്ലാഗ് അനുഭവം കഴിഞ്ഞിട്ടാണ് അവന്റെ മണ്ടയ്ക്കുള്ള അനോയിന്റിംഗ് അപ്പോയിന്റ്മെന്റ് ആയിട്ട് മാറുന്നത്. It is right after the face of Ziklag we see the anointing turning into the appointment of David. സകലവും തകർന്നു പോയി എന്ന് തോന്നുന്നെങ്കിൽ, If you think everything is lost, ഒരു സിക്ലാഗിന്റെ അനുഭവത്തിൽ കൂടെ പോകുന്നെങ്കിൽ, if you are going through a season of Ziklag, ഇന്ന് രാത്രി സമയം ദൈവമക്കളെ, oh dear children of God, ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, let me remind you, സിക്ലാഗ് നമ്മളെ പണിതെടുക്കുന്ന ഒരു അനുഭവമാണ്. Ziklag is a place where you are built by the Lord. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയല്ല, It is not to destroy you, മറിച്ച് നമ്മോട് കൂടെ ഇരുന്ന് നല്ലൊരു പാത്രമായി നമ്മളെ മെനഞ്ഞെടുത്ത് ഒരു പുതിയ ഒരു അപ്പോയിന്റ്മെന്റ് കയ്യിലേക്ക് തരുവാനാണ്. It is not to break you but to build you as the best version of yourself and give you an assignment. അതുകൊണ്ട് ഇന്ന് രാത്രി സമയം ദൈവമക്കളെ, Tonight നമ്മളെല്ലാവരും ദൈവവചനത്തിൽ വീട്ടിൽ ചെന്ന് വായിക്കണേ. ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കാണുന്നു ദാവീദ് വേഴ്സ് നമ്പർ 20 ആണെന്ന് തോന്നുന്നു. അവിടെ അമാലേക്യര് വന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ സ്വത്തുകളെയും ലൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. the Amalekites come and loot them completely. We read in the following verses. അന്നേരം ദൈവത്തോട് ചോദിച്ചപ്പോൾ God said, okay, go ahead. There when he asked God said go ahead. അന്നേരം ഇത് പ്രാപിച്ചിട്ട് ദാവീദ് പോയി, he conquered, he got a victory. Amen. There ദാവീദ് ദൈവത്തിന്റെ ആലോചന ചോദിച്ചു പോയ ദാവീദ് ജയാളിയായി മടങ്ങി വന്നു. വേഴ്സ് നമ്പർ 18 19 ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വായിക്കണം. അതിനോ എൻ്റെ 3 മിനിറ്റേ ഉള്ളൂ എനിക്ക്. സോ എളുപ്പം നമുക്ക് ആ 18 19 ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണേ. അവിടെ ഒരു പദം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, nothing was missing. Amen. There was nothing missing. We read in verse 19. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു കേട്ടോ. Amen. That is what I was rejoicing the most about. ഇതാ ദാവീദ് ഒരു യുദ്ധത്തിന് വേണ്ടി പുറത്തിറങ്ങി തിരിച്ചു വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം കണ്ട് അവൻ യഹോവയിൽ ധൈര്യപ്പെട്ടപ്പോൾ ഇതാ ദൈവം ജയം മാത്രമല്ല, അവൻ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഫുൾഫിൽ ചെയ്തു കൊടുത്തു. When David came back to a situation that was lost and everything was gone, a few verses later we see David brought back everything and nothing was missing. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സമയം ദൈവമക്കളെ, ഈ സിക്ലാഗ് അനുഭവത്തിൽ കൂടെ പോകുന്ന എല്ലാവരോടും ഒരു റിമൈൻഡർ ആണ്, ഈ സീസൺ കഴിയും. ഇത് കഴിഞ്ഞിട്ട് നിനക്കൊരു വിജയം വരും. അന്ന് നീ നോക്കുമ്പോൾ പറയും, ഇത് എല്ലാം നന്മയ്ക്കായി. Tonight this is a reminder to everybody who is in their season of Ziklag. Everything will work together for good. ദാവീദ് കണ്ടതുപോലെ തന്നെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. Like David saw, nothing was lost, everything was brought back. ഇന്ന് കാണുന്ന നഷ്ടം നമുക്ക് അയ്യോ നഷ്ടമെന്ന് നമുക്ക് തോന്നും. Whatever we see tonight or at this point of our life, everything may seem lost. പക്ഷേ നാളെ നമ്മൾ ദാവീദ് പറഞ്ഞതുപോലെ പറയും, nothing was missing. നാളെ we will say, tomorrow we will say, ഒന്നും നഷ്ടപ്പെട്ടില്ല, ഒന്നും അപഹരിച്ചു പോയതുമില്ല. ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ ആക്ച്വലി നോക്കുമ്പോൾ നമ്മൾ യേശു കർത്താവിനെയാണ് നമ്മൾ കാണുന്നത്. From this point we will understand this is the picture of Jesus Christ. 2000 വർഷങ്ങൾക്ക് മുൻപേ നമ്മൾ നോക്കുമ്പോൾ 2000 years back if we see, ഇതാ യേശു കർത്താവും ഇതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് പ്രാപിക്കുന്നതിന് മുൻപേ അനോയിന്റിംഗ് പ്രാപിച്ചു. There was an anointing that Jesus received before his appointment. പിന്നെ അതുപോലെ തന്നെ
യേശുവിനെയും ആ കാലത്തിലുള്ള ആ ഗവൺമെന്റ് റിജക്റ്റ് ചെയ്തു. And there was a rejection that he went through from those governments. ഈ രണ്ട് കൂട്ടരും അല്ലെങ്കിൽ രണ്ടു പേരും അവര് ഒരു വിൽഡർനെസ് അനുഭവത്തിൽ കൂടെ പോയി. Both of them went through their own wilderness. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ ഇവർ രണ്ടുപേർക്കും ഒരു അതോറിറ്റി കിട്ടുന്നതിന് മുൻപേ ഒരു സഫറിംഗ് ഉണ്ടായിരുന്നു. There was a suffering that they had to go through before their appointment. അങ്ങനെ അത് കഴിഞ്ഞ് ഇതാണ് ഇവര് രണ്ട് ക്യാരക്ടർ തമ്മിലുള്ള പ്രത്യേകത. These are the similarities we understand from both ഒരു of these people's life. ഒരു ഫൈനൽ സംഭവമുണ്ട്. And there is something that is more even peculiar. ദാവീദ് ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് ശൗല് മരിച്ചു കഴിഞ്ഞിട്ട് താൻ തിരിച്ച് ഇസ്രായേലിലേക്ക് പോവാ. And David is returning back to Israel after Saul's death. He was not accepted as a king immediately. അവിടെ അവൻ രാജാവായി ആദ്യം രാജാവായി അംഗീകരിക്കപ്പെട്ടില്ല. ഒരു 7 വർഷം യൂദ മാത്രമേ അംഗീകരിച്ചുള്ളൂ. I mean only Judah was accepted. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. I mean it is after that the entire nation accepted him as the king. ആ ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ താൻ ചെയ്തതാണ് യെരൂശലേമിനെ ദൈവത്തിന്റെ നഗരമായിട്ട് സ്ഥാപിച്ചു. And it is at that point when David appoints the city of Jerusalem as the city of God. അങ്ങനെങ്കിൽ ഒരു ദിവസം വരുന്നു. There is a time coming. ഒരു പുത്തനാം യെരൂശലേമിനെ നമ്മൾ കാത്തിരിക്കുന്ന ദിവസം. A new Jerusalem is coming for us that we are waiting. ഇതാ ദാവീദ് തിരിച്ച് ഇസ്രായേലിലേക്ക് വന്നതുപോലെ നമ്മെ ചേർപ്പാൻ നമ്മുടെ അരുമനാഥൻ വരുന്ന ഒരു ദിവസം. Our dear God is coming back again, just like how David returned to his city. നഷ്ടപ്പെട്ടത് എല്ലാം മടക്കി തരുന്ന ഒരു ദിവസം. There is a time where everything is restored. ഒരു പുതിയ ഒരു യെരൂശലേമിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ദിവസം. A new Jerusalem coming forth. ദൈവം ഈ വാക്കുകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.